അങ്ങനെ ദീപക് കേസിലെ ഷിംജിതയുടെ ഫോൺ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൊത്തത്തിൽ 7ഓളം വീഡിയോകളാണ് ഇവിടെ ഷിംജിത ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ 7ഓളം വീഡിയോകൾ എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനോട് കൂടി ദീപകിനെ ലോക്ക് ചെയ്യണം എന്ന ഇന്റൻഷനോട് കൂടി ചിത്രീകരിച്ച വീഡിയോകളാണ്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് എന്താണ് ദീപക് കേസ്, ആരാണ് ഷിംജിത എന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു അറിവുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് കേരളക്കരയിൽ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? കാരണം അത്രയും ഈ കേസ് സെൻസേഷനായി മാറി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് സംഭവം? ബസ്സിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറി എന്നുള്ള രീതിയിൽ ഒരു പുരുഷന്റെ വീഡിയോ ഒരു യുവതി ചിത്രീകരിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ആ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലാകുന്നു. അത് കാരണം ആ പുരുഷൻ എന്താക്കുന്നു? ആത്മഹത്യ ചെയ്യുന്നു. ഇതിൽ വീഡിയോ ചിത്രീകരിച്ച യുവതിയുടെ പേരാണ് ഷിംജിത. അത് കാരണം ആത്മഹത്യ ചെയ്ത പുരുഷന്റെ പേരാണ് ദീപക്. എനിവേ, ഇവിടെ ദീപക് മരണപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന ഷിംജിത കുറച്ച് ദിവസം ഒളിവിലായിരുന്നു അല്ലെ? പക്ഷെ 30 മണിക്കൂറിലെ ഒളിവിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഷിംജിതയെ പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? നിലവിലെ ആളിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. എന്നാൽ ഇപ്പൊ ഷിംജിതക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷം തടവിനുള്ള വകുപ്പുണ്ട്. ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിലവിൽ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഷിംജിതയുടെ ഫോൺ പരിശോധിച്ച പോലീസ് ഇന്നലെ പരിശോധനാ ഫലം പുറത്തുവിടുന്നത്. എന്തായാലും ഷിംജിതയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ദീപക് ഇവിടെ പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഷിംജിത ഒരു 26 സെക്കൻഡ് നീളമുള്ള ഒരു ക്ലിപ്പാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ആ ക്ലിപ്പ് ഇനി കാണാത്തവരായി ആരും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യിപ്പിക്കാം. ഞാൻ ഈ കാണിച്ച 26 സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു എഡിറ്റഡ് വേർഷൻ മാത്രമാണ്. ഇതിന്റെ ഒറിജിനൽ ഫൂട്ടേജ് എന്ന് പറയുന്നത് 8 മിനിറ്റോളം ദൈർഘ്യമുണ്ട്. എത്രയാണ്? 8 മിനിറ്റോളം ദൈർഘ്യം. ആ 8 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് 26 സെക്കൻഡ് ആക്കി മാറ്റി പബ്ലിക്കിന് മുന്നിൽ ഇവിടെ ഔട്ട് ചെയ്തത്. അതായത് ഇവിടെ പല ആംഗിളുകളിൽ നിന്നും വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടെ കൺവിൻസിംഗ് എന്ന് ഇവൾക്ക് തോന്നുന്ന ചില ഭാഗങ്ങൾ മാത്രമാണ് എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് മുന്നിലിട്ടത്. ഇതൊക്കെ പക്ക പ്രീ പ്ലാൻഡ് ചെയ്ത പോലെയാണ് പുള്ളിക്കാരി ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാലും നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് പയ്യന്നൂരിൽ വെച്ചിട്ടാണ്. ദീപക് അറിയാലോ, കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിലെ സെയിൽസ്മാൻ ആണ് ഈ പറയുന്ന ദീപക്. ആ സ്ഥാപനത്തിന്റെ സെയിൽസിന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പയ്യന്നൂരിലേക്ക് വന്നതാണ്. പുള്ളിക്കാരൻ ഇടയ്ക്കിടെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെയുള്ള ദീപക് ബസ്സിലേക്ക് കയറുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അവിടെ നിന്ന് തന്നെയാണ് ഷിംജിത കയറിയതും. എന്നാൽ ഇവിടെ ദീപക് ഇറങ്ങിയതോ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലും. അവിടെ തന്നെയാണ് ഷിംജിത ഇറങ്ങിയതും. ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1.5 കിലോമീറ്റർ ആണ്. അതായത് ബസ് കയറി കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഷിംജിതയും ദീപക്കും വെറും 5 മിനിറ്റ് മാത്രമാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ നടത്തിയതാണ്. ഇപ്പൊ അത് വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ 5 മിനിറ്റ് മാത്രം ഇവർ ബസ്സിൽ ഉള്ളപ്പോഴാണ് ഏകദേശം 7ഓളം വരുന്ന ക്ലിപ്പുകൾ ഈ പറഞ്ഞ ഷിംജിത ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ ബസ് ഇറങ്ങിയതിനു ശേഷവും ദീപകിനെ പിന്തുടർന്നും കുറച്ച് ക്ലിപ്പുകൾ ഈ പറയുന്ന ഷിംജിത ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ നോക്കുന്ന സമയത്ത് ഷിംജിത ബസ്സിൽ കയറി ഉടനെ തന്നെ ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിരിക്കണം അല്ലെ? അങ്ങനെ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പേ തന്നെ ദീപകിനെ ഈ പറയുന്ന ഷിംജിത നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇയാളാണ് തന്റെ ഇര എന്ന് ഇവള് മുൻകൂട്ടി തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഈ സിംഹമൊക്കെ ഇര പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ ദൂരെ നിന്നും ഈ മാൻകൂട്ടങ്ങളെ നോട്ട് ചെയ്യാറുണ്ടല്ലോ. എന്നിട്ട് അതിൽ ഏതാണ് തന്റെ ഇര എന്നുള്ളത് അങ്ങ് പിക്ക് ചെയ്യും. എന്നിട്ട് ആ ഇരയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് കുതിക്കും അല്ലെ? ഇങ്ങനെയാണ് സിംഹങ്ങൾ ഇര പിടിക്കാറുള്ളത്. അതേ ഒരു രീതിയാണ് ഇവിടെ ഷിംജിതയും പിന്തുടർന്നതെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരി ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ ദീപകിനെ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇത് തന്നെയാണ് തന്റെ ഇര എന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം എന്ത് ചെയ്തു? ബസ്സിൽ കയറി നേരെ ദീപകിന്റെ അടുത്ത് അങ്ങ് ചെന്ന് നിന്ന് എന്നിട്ട് ദീപകിന്റെ ബാക്കിൽ നിന്ന് പല ആംഗിളിലും വീഡിയോ എടുപ്പ് അങ്ങ് തുടങ്ങി. ദീപക് ആണെങ്കിൽ അതങ്ങ് ശ്രദ്ധിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. അവസാനം വീഡിയോ ഔട്ട് ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇതിനിടെ കൂടെ നടന്നിട്ടുണ്ടെന്ന് ദീപകിന് തന്നെ മനസ്സിലാവുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ബസ്സിൽ സ്പെൻഡ് ചെയ്തത് വെറും 5 മിനിറ്റ് സമയം മാത്രമാണ്. ഷിംജിത ചിത്രീകരിച്ച ഫൂട്ടേജ് ആണെങ്കിൽ ഏകദേശം 8 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഫൂട്ടേജ് ആണ്. പ്രാവശ്യം ഇങ്ങനെ കട്ടായിട്ടാണ് പുള്ളിക്കാരി ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാം ഒരുമാതിരി സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോകളും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ന്യൂസ് റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടോക്കാം. കോഴിക്കോട് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിലെ യുവതി ചിത്രീകരിച്ചത് 7ഓളം വീഡിയോകൾ. മനം നൊന്ത് ദീപക് ആത്മഹത്യ ചെയ്തേക്കാം എന്ന അറിവ് പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യാസ് കരീം ചേരുന്നുണ്ട്. ഇന്ത്യാസ്, അങ്ങനെയെങ്കിൽ യുവതിയെ കൂടുതൽ കുരുക്കിലേക്ക് എത്തിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. അറസ്റ്റ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇന്ത്യാസ്? രതീഷ്, തീർച്ചയായിട്ടും ആ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ യുവതി പയ്യന്നൂരിലെ ഈ സ്വകാര്യ ബസ്സിൽ വെച്ച് 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഈ വീഡിയോകളെല്ലാം അസ്വീകാര്യമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവതിയാണ് ഷിംജിത മുസ്തഫ. അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, തനിക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിൽ
റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ അറിവും വിവേകവും അവർക്കുണ്ട്. അതുമാത്രവുമല്ല, അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടിയായിരുന്നു. അങ്ങനെയൊക്കെ അറിവുണ്ടായിട്ടും ഇങ്ങനൊരു വീഡിയോ താൻ പുറത്തുവിട്ടാൽ ഒരു പക്ഷേ മനം നൊന്ത് ആത്മഹത്യ ചെയ്തേക്കാമെന്ന അറിവുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് ഷിംജിത മുസ്തഫ പോയിട്ടില്ല എന്ന് ഗുരുതരമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മനം നൊന്ത് ദീപക് ആത്മഹത്യ ചെയ്തു എന്ന മൊഴികളിലും, അതായത് ഇതിൽ 1 മുതൽ 4 വരെ ആളുകളുടെ മൊഴികളാണ് പോലീസ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അമ്മയുടെയും സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ്. അതിൽ അവർ പറയുന്നത് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു. അതിനുശേഷമാണ് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് എന്ന് പറയുന്നു. അതോടൊപ്പം പയ്യന്നൂരിലെ ഈ ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യവും പരിശോധിച്ചതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ CCTV ദൃശ്യത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. ദീപക്കും ഷിംജിത മുസ്തഫയും 10:42 ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയതിനു ശേഷം ഇവർ 7ഓളം വീഡിയോകൾ ചിത്രീകരിക്കുന്നു. പക്ഷെ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വീഡിയോ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ദീപക്കും ഷിംജിതയും ഒക്കെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു അസ്വാഭാവികതയും തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി തന്നെ നടന്നു നീങ്ങുന്നതായിട്ടും കണ്ടു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ്, കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ ഇതിൽ 5ാം സാക്ഷിയായിട്ട് വെച്ചിരിക്കുന്നത് യുവതിയുടെ ഷിംജിത മുസ്തഫയുടെ സഹോദരനെയാണ്. അവരോട് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് ഹാജരാക്കാത്തതിനെ തുടർന്ന് യുവതിയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെ ബന്ധപ്പെടുകയും അവർ മുഖേന മറ്റു ആളുകളെ കൂട്ടി മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അത് എഡിറ്റഡ് വീഡിയോ ആണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് വീഡിയോ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചിത്രീകരിച്ചു എന്ന് പറയുന്ന 7ഓളം വീഡിയോകൾ ആ വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നാണ് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ സമർത്ഥിക്കുന്നത്. എന്തായാലും ഗുരുതരമായ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അമ്മയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. രതീഷ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ക്ലിപ്പിന് വെറും 20 സെക്കൻഡ് മാത്രമാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. പല ആംഗിളുകളിൽ നിന്നായിട്ട് ഇവിടെ ഷിംജിത വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഷിംജിത ഒറ്റയ്ക്കല്ല ചെയ്തത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഷിംജിതയ്ക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുക്കാനും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ മറ്റാരുടെയൊക്കെയോ സഹായം ലഭിച്ചിട്ടുണ്ട്. പിന്നിൽ നിന്നുള്ളൊരു സഹായമില്ലാതെ ഒരിക്കലും ഒരു പെണ്ണിന് ഇത്തരം പ്രവൃത്തി ചെയ്യാൻ ഒക്കത്തില്ല. സോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സഹായിച്ച വ്യക്തിയും കൂടി പൊക്കി അകത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഷിംജിത ഇവിടെ പിടിക്കപ്പെട്ടതിന് ശേഷവും ഷിംജിത ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ദീപക് തന്നോട് മോശമായി പെരുമാറിയെന്ന് തന്നെയാണ്. ഇപ്പോഴും അതിൽ നിന്നൊരു മാറ്റമില്ല. പക്ഷെ വീഡിയോ ക്ലിപ്പ് പരിശോധിക്കുന്ന സമയത്ത് അതിൽ അസ്വാഭാവികമായിട്ടൊന്നും ഇല്ല താനും. അല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിപ്പുകൾ പുറത്തു വിട്ടേനെ. കാരണം കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഈ സംഭവം നല്ല രീതിയിൽ സെൻസേഷൻ ആണല്ലോ. ആ സമയങ്ങളിൽ ദീപക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോശമായ അനുഭവമുള്ള രീതിയിൽ ഒരു ക്ലിപ്പ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായും അവരത് പുറത്തു വിട്ടിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല താനും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ പ്രത്യേകിച്ചൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടും ആളിപ്പോഴും ഒരേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിക്കാണ് കേട്ടോ. എന്തായാലും ഷിംജിത ഇവിടെ മൊത്തത്തിൽ ലോക്കായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇവിടെ ഈ ദീപക്കിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇവിടെ ദീപക്കിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ തുടക്കം തൊട്ടേ ദീപക്കിന് വേണ്ടി സംസാരിച്ച ഒരാളാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ ദീപക്കിന്റെ വീട് സന്ദർശിക്കുകയും 3 ലക്ഷത്തോളം രൂപ ദീപക്കിന്റെ കുടുംബത്തിന് കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുട്ടേജ് ഒക്കെ പുള്ളിക്കാരൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. നമ്മുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ എന്ന രീതിയിൽ അക്കൗണ്ടിലേക്ക് 1,17,000 രൂപ വന്നിട്ടുണ്ട്. ഇത് പൈസ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, കൂടെ എല്ലാവരും ഉണ്ട്. അപ്പൊ മോനിലേക്ക് പൈസ, മോനെ പോലെ പൈസ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അമ്മയോട് പറയാൻ പറ്റില്ല. ഇതൊന്ന് കൊടുക്കുക. എനിക്കത് അങ്ങനെ ഞാനെനി ഒന്ന് എഴുന്നേക്കാണെങ്കിൽ ഒന്നിനും പകരം നമ്മളൊരു തുടർന്നുള്ള ജീവിതത്തിനൊരു സ്ഥാനമേ ഉള്ളൂ. ഇപ്പൊ മോൻ പോയതിന്റെ ഒരു ദുഃഖം അനുഭവിക്കരുത്. ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളൊക്കെ കേട്ടോ. എനിക്ക് 2 ആൺമക്കളാണ്. എനിക്ക് വിഷമം
ഓക്കെ 1.25 ലക്ഷം രൂപ അക്കൗണ്ട് ത്രൂവും ബാക്കി ബൈഹാൻഡുമായിട്ടാണ് ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലെ. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം 3 ലക്ഷത്തോളം രൂപ ഇവര് ഈ പറയുന്ന ദീപകിന്റെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. കേരള മെൻസ് കമ്മീഷന്റെ വക ഇതിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇത്രയും തുക ഈ പറയുന്ന ദീപകിന്റെ കുടുംബത്തിന് കൈമാറുന്നത്. ദീപകിന്റെ കുടുംബമാണെങ്കിൽ താല്പര്യത്തോടെ ആ പണം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ദീപകിന് അച്ഛനും അമ്മയും സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഈ ദീപക് എന്ന് പറയുന്നത്. ഇവിടെ അറിഞ്ഞിടത്തോളം ദീപക് ആളൊരു ഡിവേഴ്സിയാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പണം മുഴുവൻ ചെലവഴിച്ചിരുന്നത് അച്ഛനും അമ്മയും പോറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു അച്ഛനും അമ്മയും സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിന്റെ അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെ. അങ്ങനെ വരുമ്പോൾ ഈ കിട്ടിയ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. ഒന്നില്ലെങ്കിലും ഒരു വർഷത്തെ ചെലവെങ്കിലും ഈ പണം വെച്ച് ഇവർക്ക് കഴിച്ചു കൂട്ടാമല്ലോ. ആ ഒരു സമയം കൊണ്ട് ഇവർക്ക് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയവും സാവകാശം കിട്ടുകയും ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം കിട്ടിയ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്തായാലും ഇവിടെ രാഹുൽ ഈശ്വർ മുൻകൈ എടുത്ത് ഈ പറയുന്ന 3 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് കൈമാറുന്നു. മീഡിയകൾക്ക് മുന്നിൽ വന്ന് ദീപകിന് വേണ്ടി പ്രസംഗിക്കുന്നു. ഓടി നടന്ന് ദീപകിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അത് കാരണം പേരെടുക്കുന്നു. പക്ഷെ ഇതൊന്നും ഒരാൾക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല. ആരെന്നല്ലേ, ഇത് വണ്ണനുള്ളിൽ അഖിൽ മാരാർ. അങ്ങനെ മൂപ്പരെന്താക്കി ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂപ്പര് സ്വന്തം യൂട്യൂബ് ചാനലൊന്നും അല്ല കേട്ടോ ഇങ്ങനെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഏതോ ഓൺലൈൻ മീഡിയക്ക് വേണ്ടി കൊടുത്ത ബൈറ്റിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഈ പറയുന്ന അഖിൽ മാരാർ സംസാരിക്കുന്നത്. നമ്മളൊന്ന് കണ്ടോക്കാം. എനിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു വീഡിയോ ഇട്ട പൈസ കിട്ടുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞ വീഡിയോയ്ക്ക് 1.5 ലക്ഷം ലൈക്ക് അങ്ങാണ്ട് ഞാൻ കണ്ടു. രാഹുൽ ഈശ്വർ പറഞ്ഞത് എനിക്ക് കാശിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ മരത്തെ എനിക്കും വിറ്റ് കാശാക്കാം. എനിക്കും കാശാക്കാം. ദീപകിന്റെ മരത്തെ വിറ്റ് വേണമെങ്കിൽ എനിക്കും കാശാക്കി മാറ്റാം. ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം ആ കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചത്. ഞാനിവിടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി കിട്ടുന്ന കാശ് കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിന്റെ നഷ്ടം ആര് നിർത്തി കൊടുക്കും? ഈ പെൺകുട്ടിക്കെതിരെ ഈ പെൺകുട്ടി ചെയ്ത തെറ്റിന് എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ തടയാനാ നോക്കുന്നത്, മുൻകൂട്ടി ചെയ്യും. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചില സമയത്തുള്ള ഇയാളുടെ സംസാരം കേൾക്കുമ്പോണ്ടല്ലോ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിപ്പോകും. എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞെന്നുള്ള ഇയാൾക്ക് തന്നെ ഒരു ബോധമുണ്ടോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുറിവിളി കൂട്ടിയത് കൊണ്ടോ അതുവഴി നമ്മൾ പണം സമ്പാദിച്ചത് കൊണ്ടോ എന്ത് കാര്യം? ദീപകിന് കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ പറ്റുമോ എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. തീർച്ചയായും പറ്റും. ഒരു കാര്യത്തെ കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലാണ്ടെങ്കിൽ മീഡിയക്ക് മുന്നിൽ വന്ന് പൊട്ടത്തരം വിളമ്പല്ല ചെയ്യേണ്ടത്. ഇവിടെ അഖിൽ ആദ്യം മാറ്റേണ്ടത് എനിക്ക് ഈ ലോകത്തിന് എല്ലാത്തിനും കുറിച്ച് അറിവുണ്ട് എന്നുള്ള ഒരു അഹന്തത ഉണ്ടല്ലോ, ഒരു വിചാരം ഉണ്ടല്ലോ, അത് ആദ്യം മാറ്റണം. അപ്പൊ ഇവിടെ അഖിൽമാരാർ ചോദിച്ച ചോദ്യം ഈ ദീപക് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് കൊണ്ട്, കാശിന് വേണ്ടി നമ്മളെപ്പോലുള്ള ആളുകൾ പ്രതികരിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചം എന്നുള്ളത് അല്ലെ? തീർച്ചയായും മെച്ചമുണ്ട്. അഖിലിന്റെ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി അഖിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല എന്ന് മനസ്സിലാക്കാൻ. ഈ കേസ് തുടക്കം തൊട്ടേ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ കേസ് ഫോളോ ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദീപക് മരിച്ചതിന് ശേഷം ദീപകിന്റെ സുഹൃത്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ കേസുമായി പോയിട്ടുണ്ടായിരുന്നു ഷിംജിതക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പോലീസുകാരുടെ പെരുമാറ്റം എന്തായിരുന്നു? കേസെടുക്കാനൊന്നും പറ്റത്തില്ല, വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കൂടെ ദീപക് അവരുടെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് പോലീസുകാരുടെ പ്രതികരണം. ഷിംജിത പുറത്തുവിട്ട വീഡിയോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലാക്കാൻ പറ്റും അതിലെ ഒന്നില്ല എന്നുള്ളത്. പക്ഷെ പോലീസുകാർ പറഞ്ഞ എന്താണ്? ഇത് പ്രശ്നമാണല്ലോ, അയാളുടെ തെറ്റുകാരനാണല്ലോ, അയാൾ മോശമായി പെരുമാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പോലീസുകാർ പ്രതികരിച്ചത്. അന്ന് നിരാശയോട് കൂടിയാണ് ദീപകിന്റെ സുഹൃത്തുക്കൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണ്? ഈ വിഷയം ന്യൂസുകാർ ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ സെൻസേഷൻ ആക്കി മാറ്റി. അതോടെ പോലീസിന് മേൽ സമ്മർദ്ദം വന്നു, പോലീസിനെ പൊതുജനം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിന് പിന്നാലെയാണ് ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷിംജിതക്കെതിരെ പോലീസ് കേസെടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ പോലീസ് ഷിംജിതക്കെതിരെ കേസെടുക്കാനുള്ള പ്രധാന കാരണം എന്താണ്? റീച്ചിന് വേണ്ടി നമ്മളെപ്പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പ്രസംഗിച്ചത് കൊണ്ടാണ്. ഇവിടെ അഖിൽമാരാർ പറയുന്നുണ്ടല്ലോ പണത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാണെങ്കിൽ ദീപകിന് കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടം നികത്താൻ പറ്റുമോ എന്നുള്ളത്. പറ്റും, ഒരു പരിധി വരെ പറ്റും. അതിപ്പോ തെളിയിച്ചല്ലോ. ദീപകിന്റെ കുടുംബത്തിന് ഒരു പരിധി വരെ നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട്, പണത്തിന് വേണ്ടി വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പറ്റും. ഇവിടെ പൂർണ്ണ നീതി ദീപകിന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. അതിന് ഷിംജിതക്ക് പരമാവധി ശിക്ഷ ലഭിച്ചാൽ മാത്രമേ പൂർണ്ണ നീതി ലഭിച്ചെന്നും പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അഖിൽമാരാരുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇങ്ങനെ വിചാരം എന്താണെന്നറിയോ? ഇങ്ങനെ എന്ത് വിളമ്പിയാലും ഇവിടെ വിശ്വസിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെല്ലാം ഇത് കേട്ട് അങ്ങ് വിശ്വസിച്ചോടുന്നുള്ള ഒരു ധൈര്യം ഇങ്ങേർക്കുണ്ട്. ആ ധൈര്യത്തിന് പുറത്ത് ഓരോന്നും തട്ടി വീടാണ്. ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, നാട്ടിൽ നടക്കുന്ന സകല കോൺട്രവേഴ്സികളിലും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. പക്ഷെ ഇപ്പൊ ഈ ദീപകിന്റെ വിഷയം വന്ന സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ മറ്റേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അഥവാ CCLന്റെ എന്തോ പരിശീലനത്തിന് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങേർക്ക് ദീപക് വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റിയതുമില്ല. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോഴോ
ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു, അവർക്കൊക്കെ റീച്ച് കിട്ടുന്നു, രാഹുൽ ഈശ്വർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി പുറപ്പെടുന്നു, ആൾക്ക് നല്ല കൈയടി കിട്ടുന്നു. ഇത് ആശാൻ അങ്ങ് തീരെ പിടിക്കുന്നില്ല. എനിക്കും ഇതുമായി ബന്ധപ്പെട്ട് റീച്ചും ഫെയിം ഒന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ കിട്ടിയ ആൾക്കാർ 4 പറയാം എന്ന് കരുതി ഇങ്ങനെ പറഞ്ഞ പോലെ ഉണ്ട്. ഏത് നേരത്താണോ CCL വന്ന് ഇടയിൽ കയറിയത് അല്ല അഖിൽമാരെ? അല്ലെങ്കിൽ നമുക്കും ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയെടുക്കായിരുന്നു, നമുക്കും കുറെ പൈസ ഉണ്ടാക്കിയെടുക്കായിരുന്നു അല്ല അഖിലെ ഫ്രസ്ട്രേഷൻ ഇവിടെ നമുക്ക് നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. സാരില്ല പോട്ടെ. എന്തായാലും CCL നന്നായി കളിക്കി. കുറെ കാലമായി CCL കേരള സ്ട്രൈക്കേഴ്സ് ഭയങ്കര മോശം പെർഫോമൻസ് ആണ്. അഖിൽ വന്നാലെങ്കിൽ അതിനൊരു മാറ്റം വരട്ടെ. അല്ലാണ്ട് എന്താ ഇതിനൊക്കെ മറുപടി പറയാ? ബാക്കി പറഞ്ഞിട്ട് എന്തായാലും വേണ്ടപ്പെട്ട ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു അക്സെപ്റ്റ് ചെയ്യും? എന്ത് മര്യാദ വർത്താനം പറയുന്നത്? എനിക്ക് ഇപ്പം എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് പൈസ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല, എന്താണ് ആക്ച്വലി ഇയാളെ പ്രശ്നം? അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവിടെ രാഹുൽ ഈശ്വർ ധനസഹായം കൊടുത്തതാണ് ഇങ്ങനെയുടെ പ്രശ്നം. എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും തല്ലിക്കൊന്ന് പൈസ കൊണ്ട് തന്നാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമെന്നൊക്കെ എന്താ ഇതിനൊക്കെ മറുപടി പറയാ അല്ലേ? ഒരു കുടുംബത്തിന് വേണ്ടി ഒരാളെ സഹായം ചെയ്തു കൊടുക്കുമ്പോ അവിടെയും വന്ന് കൊണ്ടെടുക്കാൻ ഇറങ്ങിക്കോളൂ. ബാക്കി പറഞ്ഞോട്ടെന്തായാലും ആയിരിക്കാൻ അല്ല, ആരാ പൈസ കൊടുത്ത് സഹായിക്കുന്നത് തെറ്റല്ല. ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ കടലിൽ ജോലിക്ക് പോയിട്ടുള്ള 2 നാവികം കപ്പലിലുള്ളവരെ നമ്മൾ ഇറ്റാലിയൻ നാവികര് വെടിവെച്ച് വന്നു. അന്ന് ഇറ്റലി പറഞ്ഞു നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ അനുകൂലിച്ചായിരുന്നു? ഇല്ല, നമുക്ക് ആ പൈസ വേണ്ടെന്നാ പറഞ്ഞത്. നമ്മളതിന് ആ നിയമ പോരാട്ടം നമ്മൾ നടത്തി. അതെ, അതേ നിലപാട് ഇവിടെ ദീപക്കിന് അച്ഛനും അമ്മയും എടുക്കണമായിരുന്നു അല്ലേ? എന്തായാലും നല്ല ബെസ്റ്റ് ഉദാഹരണമാണ് ഇയാൾ വെച്ചേക്കുന്നത്. ഇവിടെ ഇറ്റലിയിൽ കടലിൽ നാവികസേനയ്ക്ക് പോയ 4 ആൾക്കാർ ഇറ്റലി കൊന്നത് കൊണ്ടാണ് അവർ ധനസഹായം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാന പ്രശ്നമാണ് ഇന്ത്യക്കാർ വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ഇവിടെ ദീപക്കിന് വിഷയത്തിൽ കൊന്ന ആൾക്കാരല്ല ദീപക്കിന് കുടുംബത്തിന് പണം വാഗ്ദാനം നൽകിയത്. മറിച്ച് അവരുടെ നിസ്സഹായസ്ഥ കണ്ട് മറ്റു പലരുമാണ് അവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നത്. ഈ പറയുന്ന കൊന്ന ഷിംജിതയാണ് ദീപക്കിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് പൈസ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ പിന്നെയും ഓക്കെ. ഇത് പുറമേ ഉള്ള ഒരു കൂട്ടം ആളുകൾ ആ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ കണ്ട് സഹായിച്ചതാണ്. അവിടെ വന്ന് ഇമാതിരി ഇന്റർനാഷണൽ സാധനങ്ങളൊക്കെ ചർച്ചക്കിടാന്നൊക്കെ പറഞ്ഞ എവിടെ എത്തി നിൽക്കുന്നു ഇയാളുടെ നിലവാരം? അല്ലെ, ഇയാളുടെ നിലവാരം പണ്ടേ നമ്മൾ കണ്ടതാണ്. പണ്ട് തൊപ്പി വിഷയത്തിൽ തൊപ്പിയുമായി മുട്ടി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ ഉട്ടോപ്യൻ വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഒക്കെ എടുത്തിട്ട മനുഷ്യനാണ് ഇദ്ദേഹം. അതാണ് ഇങ്ങനെയുടെ നിലവാരം എന്ന് പറയുന്നത്. അതിനുശേഷം നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇദ്ദേഹം എടുത്ത നിലപാടും നമ്മൾ കണ്ടതാണല്ലോ. ആക്രമിക്കപ്പെട്ട നടിയെ കുറിച്ച് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. ആ ഇങ്ങനെയുടെ വായിൽ നിന്നും ഇതൊന്നും വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ആശമാക്കി പറഞ്ഞാട്ടെ. അപ്പം ഒരു വണ്ടി പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കാതാണ് വരാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഭവിക്കുന്നതിന് മുന്നേ ഞാനിത് കുറെ നാൾ മുന്നേ പറയുന്നുണ്ട്. ഞാൻ അവിടെ കണ്ടന്റിന് വേണ്ടിയല്ല പറഞ്ഞത്, ഞാനിത് തടയാൻ വേണ്ടിയാ പറഞ്ഞത്. ഇത്തരത്തിൽ കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആരും ശ്രദ്ധിച്ചില്ല. ശരി, നേരത്തെ പറയാൻ ഇയാൾ ആര് ജോത്സ്യനോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പോലും. ഞാൻ എന്തോ ടോപ്പാണെന്ന് ഇയാൾക്ക് പബ്ലിക്കിന് മുന്നിൽ കാണിക്കണം. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ തത്രപ്പാടുകളാണ് ഇതെല്ലാം. ഇത് സംഭവം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാൾക്ക് നല്ല വാക്സാമർത്ഥ്യമുണ്ട്. നന്നായി പട്ടിനാടാക്കി സംസാരിക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ട്. ആ കഴിവിനെ കുറിച്ച് ഇയാൾക്ക് നല്ല ബോധ്യവുമുണ്ട്. ആ ബോധ്യത്തിന് പുറത്താണ് ഇയാൾ പബ്ലിക്കിന് മുന്നിൽ വന്ന് ഓരോന്ന് ഇങ്ങനെ തട്ടിവിടുന്നത്. എന്തായാലും ഇനിയും ഇയാളെ വിശ്വസിച്ച് ഇയാളെ പിന്നിൽ വാലാട്ടി നടക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ നോക്കിക്കോളി, ഇതിന്റെ കമന്റ് ബോക്സിൽ വരും കുറെ അഖിൽമാരാർ ഫാൻസ് ഒന്നും പറഞ്ഞുകൊണ്ട്. അവരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെ വായ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന ഒരു തന്നെ തലയെ കയറ്റിക്കൊണ്ട് നടക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. എന്നിരുന്നാലും ഇന്നലെ ഈ ദീപക് വിഷയവുമായി ബന്ധപ്പെട്ട് 24 ന്യൂസിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചർച്ചയോട് ഒരു വശത്തിരിക്കുന്നത് രാഹുൽ ഈശ്വറും കൂട്ടരുമാണ് ദീപകിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മറുവശത്തോ ശ്രീലക്ഷ്മി അറക്കലും കുറച്ച് പെണ്ണുങ്ങളും. നമുക്കറിയാം ദീപക് വിഷയത്തിൽ ഈ പറഞ്ഞ ഷിംജിതയ്ക്ക് കട്ട സപ്പോർട്ടായി രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കൽ. അവരെന്തൊക്കെ തോന്നിയാസങ്ങളാണ് ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാലും ഈ ഡിബേറ്റിന്റെ ഒരു ഭാഗം എനിക്ക് ഭയങ്കര രസകരമായി തോന്നി. നമുക്ക് എന്തായാലും അതും കൂടി കണ്ട് അവസാനിപ്പിക്കാം. അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. ശരി, ഇത് നല്ല കഥ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു ആണ് വന്ന് നിൽക്കുമ്പോഴേക്കും അവരുടെ മൂവ്മെന്റ് നോക്കി അവർ അബ്യൂസർ ആണോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ നിങ്ങളാണോ കോടതി? തിരിച്ച് അങ്ങനെയും ചോദിക്കാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് അബ്യൂസീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് പബ്ലിക്കിൽ വന്ന് പറയാമെങ്കിൽ, അവരുടെ മൂവ്മെന്റ് നോക്കി അവരെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ, രാഹുൽ ഈശ്വറിന്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യാജ പരാതികൾ കാരണം ജീവിതം നശിക്കപ്പെട്ട ആണുങ്ങളെ കുറിച്ചും പറയാൻ പറ്റും. നിങ്ങൾക്ക് പറയാനുള്ള അവകാശം പോലെ തന്നെ അയാൾക്കും പറയാനുള്ള അവകാശമുണ്ട്. അതിന് വെറുതെ നിങ്ങളാണോ കോടതി എന്നും പറഞ്ഞ് ചൊറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്ത് ഡിസിഷൻ എടുക്കാം. പെണ്ണുങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് റൈറ്റ് ആണെന്ന് അംഗീകരിച്ചു കൊടുക്കണം. പക്ഷെ ആണുങ്ങളെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളാണോ കോടതി എന്ന് പറഞ്ഞ് ഇവർ ചോദ്യം ചെയ്യാൻ ഇറങ്ങും. ഇതാണ് വ്യക്തികളുടെ ഒക്കെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാനില്ല. ഇതൊക്കെ കണ്ട് ചിരിക്കാന്നല്ലാണ്ട് വേറെ ഇവിടെ എന്ത് പറയാനാണ് അല്ലേ? എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.